ഇന്ന് ഫെബ്രുവരി 11 ദ ഫീസ്റ്റ് ഓഫ് ലേഡി ഓഫ് ലൂർദ്സ്, അതായത് ലൂർദ് മാതാവിൻ്റെ തിരുനാള്. ഇന്നത്തെ ഈ ദിവസം ഈ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ ഞാൻ മാതാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്ദികേടായിട്ട് എനിക്ക് തോന്നും. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇന്ന് മാതാവിൻ്റെ ഈ ഒരു തിരുനാളിൻ്റെ ദിവസം എനിക്ക് കിട്ടിയിട്ടുള്ള ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ട്. കാരണം ഞാനൊരു 8ാം ക്ലാസ് തൊട്ട്, ഞാൻ അതിന് മുമ്പത്തെ കാലഘട്ടമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അന്നൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു മാതാവിനെ അനുഭവിച്ച ചില അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ 8ാം ക്ലാസ് തൊട്ട് ഞാൻ ഓരോ നിമിഷവും മാതാവിനെ അനുഭവിച്ച ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഈ ഒരു നിമിഷം വരെ ഞാൻ തൃശ്ശൂർക്കാരിയാണ്. ഞാൻ തൃശ്ശൂർ പോകുമ്പോൾ ഞാൻ ലൂർദ് പള്ളിയിൽ കയറാതെ ഞാൻ ഒരിക്കലും വരാറില്ല. അത്രമാത്രം എന്നെ സംബന്ധിച്ച് എത്ര തിരക്കാണെങ്കിലും ആ ലൂർദ് മാതാവിൻ്റെ മുമ്പിൽ പോയിരുന്ന് അല്പനേരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ആ മാതാവിൻ്റെ മുമ്പിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ എത്ര ഭാരങ്ങളുണ്ടെങ്കിലും, കാരണം നമ്മളെപ്പോഴും നമ്മൾ പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിശ്വാസം വരുന്നതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല അനുഭവങ്ങളിൽ നിന്നാണ്. പക്ഷേ ഈ മാതാവിൻ്റെ അടുത്ത് നിന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ട്. ഒരു എത്ര കണ്ണുനീരോട് കൂടി നമ്മൾ പോയാലും നമ്മൾ ആശ്വസിപ്പിക്കുന്ന ഒരമ്മ. അതാണ് എന്നെ സംബന്ധിച്ച് ലൂർദ് മാതാവ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു നമ്മളെ മനസ്സിലാക്കും, നമ്മുടെ ഹൃദയം തൊട്ടറിയുന്ന ഒരമ്മ. നമ്മൾ എത്രമാത്രം ഭാരപ്പെട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ചില വിഷമങ്ങളൊക്കെ നമുക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത ചില വിഷമങ്ങളുണ്ടാവും. പക്ഷെ അമ്മയ്ക്ക് എല്ലാം അറിയാൻ സാധിക്കും. നമ്മുടെ ഹൃദയം മനസ്സിലാക്കുന്ന, നമ്മുടെ വേദന തൊട്ട് അനുഭവിക്കുന്ന, നമ്മളുടെ വേദനകൾക്ക് ഉത്തരം തരുന്ന ഒരു അമ്മയും കൂടിയാണ് ലൂർദ്. കാരണം എൻ്റെ പേഴ്സണൽ അനുഭവം വെച്ചാണെങ്കിൽ എൻ്റെ ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ടുള്ള ഒരു അമ്മയാണിത്. ഇപ്പൊ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മൾ വിശ്വാസത്തോടെ അമ്മയുടെ അടുത്ത് പോകുന്നു, അതിനനുസരിച്ചാണ് അമ്മ നമ്മളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ പറയാൻ വന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം വിശുദ്ധ ബെർണഡിറ്റയുടെ ലൈഫിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഞാൻ ആ കഥയിലേക്കൊന്നും കഥയല്ല, ആ ജീവിതത്തിലേക്കൊന്നും ഞാൻ തിരിച്ചു പോകുന്നില്ല. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ വിശുദ്ധ ബെർണഡിറ്റയുടെ മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ ഒരു ബെർണഡിറ്റ എന്ന ആ 14 വയസ്സുകാരിയിലുള്ള ഒരു ആഴത്തിലുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ എത്രയോ പേർക്ക് അങ്ങനെ പ്രത്യക്ഷപ്പെടാവുന്ന ഒരു അമ്മയായിട്ട് പോലും ഈ ഒരു 14 വയസ്സുകാരിയുടെ മുന്നിൽ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവൾ ഭയന്ന് പോകാനൊക്കെ ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും അവളിൽ ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവുണ്ട്, അവളെ പിടിച്ചു നിർത്തുന്ന. കാരണം എന്നെ ഭയപ്പെടുത്തുന്ന ഒരു അമ്മയല്ല, എന്നെ മനസ്സിലാക്കുന്ന ഒരു അമ്മയാണ്, അല്ലെങ്കിൽ കരുണയുടെ മുഖം ഉള്ള ഒരു അമ്മ ആയതുകൊണ്ട് തന്നെയാണ് ആ വിശുദ്ധ ബെർണഡിറ്റയിലും ആ ഒരു